Hi, this video is sponsored by the Tej Steel Doors and Windows. തനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ജോബ് ആണോ ഇഷ്ടം അതോ പ്രൈവറ്റ് ജോബ് ആണോ ഇഷ്ടം? ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ്? അതാവുമ്പോ ടാർഗറ്റ് ഒന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചാ സെക്യൂരിറ്റി നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ജോബാ ഇഷ്ടം. പക്ഷെ മെനക്കെടാൻ കഴിയാത്തത് കൊണ്ട്, വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും പ്രൈവറ്റ് ജോബാ ഇഷ്ടം. പ്രൈവറ്റ് ജോബ്. വൈ? എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ പ്രൈവറ്റ് ജോബാണ്. ഗവൺമെന്റ് ജോബ് ആകുമ്പോഴത്തേക്കും 9 to 5 ജോബ് അതെനിക്ക് അത്ര പറ്റില്ല. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു റോക്ക് മീഡിയ. ദിസ് ഈസ് മീ NB ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: നിങ്ങളൊരു ജോബ് പ്രിഫർ ചെയ്യുവാണെങ്കിൽ ഏത് ജോബായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക? ഗവൺമെന്റ് ജോബാണോ പ്രൈവറ്റ് ജോബാണോ? നമുക്ക് ചോദിച്ചിറങ്ങിയാലോ? ലെറ്റ്സ് ഗോ. ഗവൺമെന്റ് ജോബ്. എന്തുകൊണ്ടാണ്? ലൈഫ് ലോങ് നമ്മൾ സെറ്റ് ആണ്, അതുകൊണ്ടാണ്. ഗവൺമെന്റ് ജോബ് കിട്ടാൻ എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കിട്ടാൻ ശ്രമിച്ചാൽ കിട്ടും. കാരണം ഒരുപാട് ഇങ്ങനെ PSC ഒക്കെ എഴുതണം, അതിന്റെ റാങ്ക് ട്രൈ ലിസ്റ്റ് വരണം. ചെയ്യുന്നുണ്ട്, PSC ട്രൈ ചെയ്യുന്നുണ്ട്. എത്ര തവണയായി? ഒരു 3-4 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്തു. ഹോപ്പ് ഉണ്ടോ? ഹോപ്പ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്കിൽ കിട്ടുവാണെങ്കിൽ ഓക്കെ. ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ എങ്ങോട്ടോ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നത്? ഞാൻ എല്ലാം ഏത് ഇതാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഏതെങ്കിലും സെക്ടർ ഉണ്ടോ? വില്ലേജ് ആവാം, എനിക്ക് LDC. LDC. ഇപ്പം അതുവരെ സർവൈവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് അങ്ങനെ നോക്കുന്നുണ്ടോ? പ്രൈവറ്റ് ഫേം നോക്കണം. പ്രൈവറ്റ് ഏതാ വർക്ക് ചെയ്യാൻ താല്പര്യം? ഞാനിപ്പോ റീറ്റെയിലാണ് വർക്ക് ചെയ്യുന്നത്. റീറ്റെയിലിംഗ് ആണ്. ഇപ്പം താനിപ്പോൾ ഒരു പ്രൈവറ്റ് ജോബ് വർക്ക് ചെയ്യാൻ നിൽക്കട്ടെ, ഒരു 5 സാലറി ഉണ്ട്, ഫാമിലി ഹാപ്പി ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, താൻ ഹാപ്പിയാണ്, ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ PSC എഴുതി കിട്ടിയെന്നിരിക്കട്ടെ, ഒരു ക്ലർക്കായിട്ട് കിട്ടിയെന്നിരിക്കട്ടെ, പക്ഷെ സാലറി ഒരു 4 സാലറി ഉള്ളൂ. കുഴപ്പമില്ല, എനിക്ക് ഗവൺമെന്റ് ജോബ് മതി. പ്രൈവറ്റ് ഇട്ടിട്ട് ഗവൺമെന്റിലോട്ട് പോകും. അപ്പൊ ഇപ്പൊ പറഞ്ഞ പിന്നെ സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ സ്മൂത്ത് ആയിട്ട് പോകുന്നത് ചിലപ്പോൾ ഒന്നുകൂടെ സ്ട്രഗിൾ ആവത്തില്ലേ? കുഴപ്പമില്ല, അത് മാനേജ് ചെയ്യും. എന്നാലും ഗവൺമെന്റ് മതി എന്നാണ്. എന്താണ് ഗവൺമെന്റിൽ ഇത്ര ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പെൻഷൻ റിട്ടയർമെന്റ് അങ്ങനെ ഇതാണോ? അതൊക്കെ തന്നെയാണ്. ഇപ്പൊ പുറത്തോട്ട് പോകാനും താല്പര്യമുണ്ടോ? അവിടുത്തെ കാരണം എല്ലാവരും പറഞ്ഞു അവിടുത്തെ ഗവൺമെന്റ് ഒക്കെ ഇച്ചിരി കൂടെ നല്ലതാണ്, അവർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് പോലെ അല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, കിട്ടിയാ പോകുന്നല്ലേ. സാധാരണ ജോബ്, പ്രൈവറ്റ് ജോബ് നോക്കാൻ താല്പര്യം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അന്ന് കിട്ടുന്ന ജോലിയും പൈസയും കൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർത്തി കൂടും. അത് തന്നെ വേണ്ട, നോർമലായിട്ട് പോവാം. അല്ല, പക്ഷെ ഒരു ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ 55 വയസ്സിൽ 60 വയസ്സിൽ പെൻഷൻ മേടിക്കാം, റിട്ടയർമെന്റ് ആവും. അതൊക്കെ മേടിക്കാം. അത് ആ സമയമാകുമ്പോൾ നമുക്ക് എങ്ങനെയും നമുക്കറിയില്ല. അത് നമുക്ക് ഇത് എല്ലാം മേലുള്ള ആൾക്കാരല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ജോബ് തന്നെയാണ് നല്ലത്. അപ്പൊ പുറത്തോട്ട് എപ്പോഴെങ്കിലും നോക്കുന്നുണ്ടോ? ഞാൻ പോയിട്ടുണ്ട് ഗൾഫിൽ, 2 വർഷം ഉണ്ടായതാണ്. പിന്നെ ഇനി ഒന്നൊന്ന് നോക്കണമെന്നുണ്ട്. അത് മാർജിൻ ഫീലും അല്ലെങ്കിൽ തുണിക്കടകളോ. ഞാനിപ്പോൾ ഫീൽഡ് ചെയ്യണത് തുണിക്കടയിലാണ്, ഹോൾസെയിൽ ഷോപ്പിലാണ് ഫീൽഡ് ചെയ്യണത്. അവിടെ ഇപ്പോൾ ഒരു 3 വർഷം ഫീൽഡിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഗവൺമെന്റ് ജോബ് കിട്ടാനായിട്ട് എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഗവൺമെന്റ്, ഞാൻ 10 വരെയും പഠിച്ചിട്ടുള്ളൂ. അതിനുള്ള എക്സ്പീരിയൻസും ഉള്ളൂ നമുക്ക്. വേറെയൊക്കെ ഉള്ള പലത്തും നമുക്ക് പഠിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ എംപ്ലോയ്മെന്റ് സ്റ്റേജിലൊക്കെ പേര് കൊടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ്? അതാവുമ്പോ ടാർഗറ്റ് ഒന്നുമില്ലല്ലോ. ഇഷ്ടത്തിനൊക്കെ വർക്ക് ചെയ്യാന്നാണോ? ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാന്നാണോ? അങ്ങനെയല്ല, നമുക്ക് എല്ലാ ജോലിയോടും ഒരു ഇതുണ്ടല്ലോ. പക്ഷെ എന്നാലും ഗവൺമെന്റ് ജോലിയാണ് ചെയ്യാൻ ആഗ്രഹം. തനിക്കോ? ഗവൺമെന്റ് ജോബാണ് താല്പര്യം. എന്തുകൊണ്ടാണ്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാലറി കിട്ടും, പിന്നെ ആവശ്യത്തിന് ലീവും കിട്ടും, എല്ലാം കിട്ടുമല്ലോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കാം. ഇഷ്ടത്തിനൊക്കെ ചെയ്യുക. ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ എങ്ങോട്ട് പോവാ? ഏത് ടൈപ്പ് ജോബാണ്? ഐ മീൻ ഏത് സെക്ടർ? വാട്ടർ അതോറിറ്റിയിൽ പോവാനാണ് താല്പര്യം. എന്തുകൊണ്ടാണ്? അതവിടെ പോയി കഴിയുമ്പോ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ ബില്ലടക്കാനൊക്കെ നിൽക്കുമ്പോ ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളവിടെ ചെല്ലുമ്പോ എന്താ പറയാ, അവർക്ക് തോന്നണ പോലെ നമുക്ക് എടുത്തു തരാ കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാലോ, എന്റെ ഉദ്ദേശം. എനിക്ക് MBD കയറണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് കാരണങ്ങളും എനിക്ക് മറ്റേ ഈ മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികളില്ലേ, അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ MBD കയറിയിട്ടുണ്ടെങ്കിൽ
അവരേക്കൊന്ന് ഹെൽപ്പ് ചെയ്യും അങ്ങനെ വിചാരിച്ചു. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിന് വലിയ വിവാദം അതല്ല. ഇപ്പം നോർമലി ഒരു ഗവൺമെന്റ് ജോബ് പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ലല്ലോ. PSC എഴുതണം, അതിന് ലിസ്റ്റ് വന്ന് റാങ്ക് കിട്ടണം, റാങ്ക് കിട്ടിയാൽ തന്നെ കുറെ നാൾ കാത്തിരിക്കണം, അതുവരെ സർവൈവിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ അവർക്ക് പ്രൈവറ്റ് ജോബ് വന്നു. അപ്പൊ അതിൽ കയറിയാൽ പോലും പിന്നീട് ഗവൺമെന്റ് ജോബ് വന്നാൽ പ്രൈവറ്റ് താൻ സെറ്റിലാണ്, നല്ല സാലറി, നല്ല എങ്ങനെ പോകുന്നു. ഇപ്പോഴൊരു ഗവൺമെന്റ് ജോബ് വന്നാൽ അത് നിർത്തിയിട്ട് ഗവൺമെന്റിലോട്ട് വരെ പോകുമോ? അത്ര സെറ്റിലായിട്ട് കൂടി ഉറപ്പായിട്ട് പോകും. എന്തുകൊണ്ടാണ് പോകാൻ? പ്രൈവറ്റിൽ താൻ സെറ്റിലല്ലേ? കാരണം സെറ്റിലാണ്. പിന്നീട് നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. ഗവൺമെന്റ് ജോബ് നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാലോ. ഗവൺമെന്റ് ജോബിന് വേണ്ടി PSC എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. ഞാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. എഴുതാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. എങ്ങനെ ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ടേ അടുത്ത പരിപാടി നോക്കത്തോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, കിട്ടിയാൽ നല്ലതാണ്. നമ്മളത് വേണ്ടി ട്രൈ ചെയ്യും മാക്സിമം. പ്രതീക്ഷയുണ്ടോ? കാരണം ഒരുപാട് ഇങ്ങനെ PSC റാങ്ക് ഹോൾഡേഴ്സ് പോലും പണിയില്ലാതെ പ്രതീക്ഷയില്ലാന്നല്ല, എന്തായാലും ഒരു ജോബ് വേണമല്ലോ നമുക്ക്. നിങ്ങൾ ചോദിച്ചോണ്ടാണ് അതിന്റെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഗവൺമെന്റ് ആകുമ്പോ നമുക്ക് അധികം ഇതൊന്നും ഇല്ലല്ലോ, ലീവ് എടുത്താലും വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നണല്ലേ. മെയിൻ സീൻ. അതെ, അറിയാൻ പാടില്ല. അപ്പം ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ വരും. അതായത് പ്രൈവറ്റ് സെറ്റിൽ ആയിട്ട് നിൽക്കട്ടെ. ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് നല്ലൊരു 5 സംഖ്യയുള്ളൊരു ജോബാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ലൈഫ് അത്യാവശ്യം വിചാരിക്കുന്ന പോലെ ഫാമിലി ഹാപ്പിയാണ്. ആ സമയത്ത് ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു ക്ലർക്കായിട്ടോ അല്ല ഒരു ഓപ്ഷൻ വരുവാന്നിരിക്കട്ടെ, അത് നിർത്തിയിട്ട് അതിന് പോകും. ക്ലർക്കായിട്ട് പോലും ക്ലർക്കിന് മാക്സിമം 4 സാലറി കാണത്തുള്ളൂ. ഗവൺമെന്റ് ജോലി അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെന്റ് എന്നുള്ള ഇതുകൊണ്ട് പോകും, അത്ര ആയിട്ട് കൂടി. ഈ പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിൽ നഷ്ടപ്പെടാലോ. ഇപ്പൊ നമുക്കൊന്ന് വയ്യാടെ നമ്മൾ കുറച്ച് നാളെ ലീവ് എടുത്തേനാ അത് അപ്പൊ തന്നെ പോകൂലേ. ഗവൺമെന്റ് ആവുമ്പോ നമുക്ക് ഇന്ന ഒരു റീസൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മള് പുറത്തോട്ട് പോകാനായിട്ടാണോ താല്പര്യം? നഴ്സിംഗ് ആണ്. അപ്പം അവിടെ ആണെങ്കിലും അവിടെയും ഗവൺമെന്റ് സെക്ടർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ ഗവൺമെന്റ് ജോലിയാണ് കുറച്ചും കൂടി നല്ലതെന്ന് വെച്ചാൽ എന്റെ ചേച്ചി അവിടെ ഗവൺമെന്റ് ജോലിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് അവിടെ ഉണ്ട്. സാധായിട്ട് നമ്മ വേറെ പ്രൈവറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ശമ്പളം കൂടുതലുണ്ടാവും, പക്ഷേ നമ്മുടെ വാടക ട്രാൻസ്പോർട്ട് അതെല്ലാം ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ ഗവൺമെന്റ് ജോലി ആണെങ്കിൽ നമുക്ക് കുറെ ഫ്രീ ആണ്. അവിടെ ബില്ലി പകുതിയാണ്, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. എന്തുകൊണ്ടാ നാട് താല്പര്യമില്ലാത്ത അങ്ങനല്ല, അവിടെ അവിടുത്തെ ലൈഫ് ആ ഒരു അല്ല. ഗവൺമെന്റിനേക്കാൾ നല്ല പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ് ഇച്ചിരൂടെ കാശ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്, എന്നാലും മറ്റേ പോവില്ലല്ലോ, നമ്മുടെ ബസ് ആ ഒരു ഇത് പോവില്ലല്ലോ. ഗവൺമെന്റ് ജോലി ആണെങ്കിൽ നമ്മുടെ ആ പൈസ കയ്യിൽ നേരെ ഇരിക്കും, മറ്റേതാണെങ്കിൽ പോവില്ലേ. തനിക്ക് എങ്ങനെയാണ്? എനിക്കൊന്നുമില്ല, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല ഒട്ടും? ഒട്ടുമില്ല. മടുത്തോണ്ടാണോ അതോ രക്ഷപ്പെടത്തില്ല എന്നുള്ളതാണോ? അതെ, രക്ഷപ്പെടില്ല. വെളിയിൽ തന്നെ പോണം. വെളിയിൽ പോയാലും ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യാനാണോ പ്രൈവറ്റ് വർക്ക് ചെയ്യാനാണോ താല്പര്യം? ഗവൺമെന്റിന്റെ. അവിടുത്തെ ഗവൺമെന്റ് നല്ലതാണോ? അതുകൊണ്ടാണോ? അങ്ങനൊന്നുമില്ല, ജീവിക്കാൻ നല്ലതാണ്. പ്രൈവറ്റ് എന്തുകൊണ്ടാ? ഗവൺമെന്റിൽ ഒരു സാലറി അങ്ങനെ കിട്ടാനില്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് കുറെ പെൻഡിങ് ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് പിടിച്ചെടുത്തുണ്ട്. ഒരു 7 months കഴിയുമ്പോഴേ അവർക്ക് ഒരു സാലറി കിട്ടുന്നുള്ളൂ. ഇപ്പം പ്രൈവറ്റിൽ അങ്ങനെ പ്രഷർ ആയിരിക്കുമല്ലോ. ഡെഡ് ലൈൻ ഉണ്ടാവും, ഇത്ര ഇതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ലീവ് ഉണ്ടാവത്തില്ല, എപ്പോഴും ഉണ്ടാവത്തില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയൊന്നുമില്ല, ലീവൊക്കെ കിട്ടും. സാലറി പിടിക്കുമല്ലോ. സാലറി പിടിക്കും, എന്നാലും നമുക്ക് ലീവ് കിട്ടുമല്ലോ. എല്ലാരും നോർമലി ഒരാളോട് വിളിച്ചാൽ ഗവൺമെന്റ് പ്രൈവറ്റ് അതല്ലേ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനനുസരിച്ച് സാലറി കിട്ടിയാൽ പോരെ, കൂടുതൽ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളെടുത്ത എഫേർട്ടിന് നമുക്ക് കിട്ടും, അത് മതി. താനെന്താ പ്രൈവറ്റ് നോർമലി ഒരാളോട് ചോദിച്ചാൽ പ്രൈവറ്റ് ഗവൺമെന്റ് മതി, എനിക്ക് ഇത്ര പൈസ പെൻഷൻ ഉണ്ട്, റിട്ടയർമെന്റ് ഫാമിലി സേഫ് ആണ്. അവിടെ വെച്ചാല് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവത്തില്ല. അവിടെ കുത്തിയിരിക്കുക, വൈകുന്നേരം വരെ ഇരിക്കാം, ഒരു 9 മണി to വൈകുന്നേരം 4 മണി വരെ അവിടെ ഇരിക്കുക, വർക്ക് ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ എഫേർട്ട് കിട്ടും എന്തായാലും. പുറത്തോട്ട് അങ്ങനെ നോക്കാൻ താല്പര്യമുണ്ടോ? എല്ലാരും പറഞ്ഞ പുറത്തെ ഗവൺമെന്റ് സർവീസ് ഒക്കെ അവര് നമ്മളെ കെയർ ചെയ്യും, അവിടെ എല്ലാ ഫെസിലിറ്റീസ് തരും, അതൊക്കെ കറക്റ്റ് ആയിരിക്കും. ബട്ട് നമ്മളെ കേരളത്തില്
നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണ്ടേ, നമ്മളല്ലേ അത് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇപ്പം തനിക്ക് പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ഗവൺമെന്റ് കിട്ടുവാണെങ്കിൽ പ്രൈവറ്റിൽ എന്ത് വർക്ക് ചെയ്യണം താല്പര്യം? എന്തായിട്ട് അങ്ങനെ? ഞാനിപ്പോ ഫീൽഡ് വർക്കാ, എനിക്ക് ഫീൽഡ് വർക്ക് ഇഷ്ടം. ഫീൽഡ് വർക്ക് ഇഷ്ടമാണ്. ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഓൺ ഐഡന്റിറ്റി ആണോ? നമ്മളെ ഫ്രീഡം ഉണ്ടല്ലോ. അതെ, നമുക്ക് എന്ത് വേണം നമുക്ക് തീരുമാനിക്കാമല്ലേ. ഇപ്പം ഒരു പ്രൈവറ്റിൽ തനിക്ക് ഒരു ജോബ് ഉണ്ട്, അതൊരു 5 സാലറി കൊണ്ടിരിക്കട്ടെ, ഫാമിലി മാനേജ് ചെയ്യുന്നു, തന്നെ ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്. അപ്പോൾ ഒരു PSC അപ്ലൈ ചെയ്ത് നിൽക്കട്ടെ, ചുമ്മാ അപ്ലൈ ചെയ്ത് നിൽക്കട്ടെ, പക്ഷെ ഒരു ക്ലർക്കായിട്ട് അപ്പം ഒരു ഇത് വന്നു, ഓഫർ വന്നു, 4 സാലറി ഉള്ളൂ ഗവൺമെന്റ് ജോബ്. എന്തായാലും ചെയ്യുക? ഗവൺമെന്റ് വിടുവോ? ഗവൺമെന്റിലോട്ട് പോവോ? ഇല്ല, ഞാൻ പ്രൈവറ്റിൽ തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ? ഗവൺമെന്റ് പറ്റത്തില്ല, അവിടെ ഒരുമാതിരി പ്രഷറൊക്കെ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം, ഓൾറെഡി അറിയാം. ഗവൺമെന്റ് ഒരു സമയം വേണമെന്നുണ്ടായിരുന്നു, ബട്ട് ഫ്രണ്ട്സ് ഒക്കെ കേറിയപ്പോ മനസ്സിലായി സെറ്റ് ആവത്തില്ല എനിക്ക്. പ്രൈവറ്റ് എത്ര വേദമല്ലേ? പ്രൈവറ്റ് ജോബ്. വൈ? എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ പ്രൈവറ്റ് ജോബാണ്. ഗവൺമെന്റ് ജോബ് ആകുമ്പോഴത്തേക്കും 9 to 5 ജോബ്, അതെനിക്ക് അത്ര പറ്റില്ല. പിന്നെ എനിക്ക് കുറച്ചും കൂടെ സെൽഫായിട്ട് ചെയ്യാനാണ് ഇഷ്ടം, ലൈക്ക് മൈ ഓൺ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും. അതാകുമ്പം കുറച്ചും കൂടെ നമുക്ക് ഫ്രീഡം ഉണ്ടാവുമല്ലോ. സോ ഐ പ്രിഫർ പ്രൈവറ്റ് ജോബ്സ്. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്ന പ്രൊഫഷനും പ്രൈവറ്റ് തന്നെയാണ്. ഞങ്ങൾ ലോയേഴ്സാണ്. നമുക്ക് ആ പേഴ്സണൽ ഫ്രീഡം കിട്ടുന്നത് ഈ ഒരു പ്രൊഫഷനിലാണ്. അപ്പം പ്രൈവറ്റ് ആണ് ഇഷ്ടം. കാരണം പ്രൈവറ്റ് പക്ഷേ ഈ പറഞ്ഞ ഒരുപാട് വർഷങ്ങളെ എപ്പോൾ വേണേലും പോവാം, ജോലി കണ്ടിന്യൂസ് കിട്ടണം. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ പേഴ്സണൽ ടാലന്റും കാണിക്കാൻ പറ്റുന്നത് ഇതിലാണെന്ന് എനിക്ക് കൂടുതൽ. മറ്റൊന്നും നമ്മൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം തനിക്ക് പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു, ഒരു ഗവൺമെന്റ് അപ്ലൈ PSC രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു ഊഹം കിട്ടി. ഒരു പ്രൈവറ്റിൽ ഒരു 5 സാലറി ഉണ്ട് തനിക്കിപ്പോൾ, ഫാമിലി ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഗവൺമെന്റിൽ ഒരു അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ക്ലർക്കായിട്ടാണ് 4 സാലറി, പോവോ? ഇല്ല, പോവില്ല. ഇല്ല. എന്നാലും ഒരു 4 സാലറി പറഞ്ഞാൽ ഇത്ര പൈസ പെൻഷൻ ആവും, റിട്ടയർമെന്റ് ഉണ്ടാവും. അതിന്റെ ഒരു പകുതി എഫേർട്ട് എടുത്ത് എനിക്ക് ഇതിനകത്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട് പറ്റും. ഞാൻ ഇത് ചൂസ് ചെയ്യും. പ്രൈവറ്റ് ചൂസ് ചെയ്യും. ഞാൻ എന്റെ പ്രൊഫഷൻ. താനോ? സെയിം, എൻ്റെ ഓൺ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യുള്ളൂ. ചെയ്ത് കിട്ടിയാലും ഇല്ല, പോകത്തില്ല. ഇപ്പൊ പറയാം, നോർമലി ഫാമിലിയുടെ പുറത്തായിരിക്കും. ഇപ്പൊ നമുക്ക് എല്ലാവരുടെയും ഡ്രീം ഉണ്ടാവും സ്വന്തമായിട്ടൊരു ഫെയിം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോബ് ഉണ്ടാവണം. ഇല്ല, ബേസിക്കലി ഇപ്പം ഞാൻ മാരീഡാ. എൻ്റെ ഹസ്ബൻഡ് ആയാലും എന്നെ ഒരിക്കലും പുള്ളി ഫോഴ്സ് ചെയ്യില്ല ഒരു ഗവൺമെന്റ് ജോബിന് പോകണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ എനിക്ക് എൻ്റെ ഓൺ പ്രൊഫഷനിൽ തന്നെ നിന്ന് അത് ബിൽഡ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ പുള്ളി എന്തായാലും കൂടെ നിൽക്കുകയുള്ളൂ, സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ പ്രഷർ എന്തായാലും വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് എന്തായാലും പോയില്ല. പറയുമ്പോൾ ഗവൺമെന്റ് ജോബ് ഭയങ്കര എന്താ പറയാ, സെറ്റിൽഡ് ആണ് ലൈഫ്, പിന്നെ നോക്കണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എല്ലാവരും പ്രൈവറ്റ് ജോബ് തന്നെയല്ലേ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ പേരൻസ് ആലോ. നമ്മൾ ചെറിയ പിള്ളേർക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ, ഗവൺമെന്റ് ജോബ് ഉണ്ടെങ്കിലേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഏജിലുള്ള പെൺകുട്ടികളൊന്നും ചെക്കന് ഗവൺമെന്റ് ജോലി ആണെങ്കിലേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ. എൻ്റെ ഹസ്ബൻഡ് ഗവൺമെന്റ് പ്രൊഫഷണലൊന്നുമല്ല. നമ്മള് കൂടുതൽ പേര് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോബ് പുറത്ത് പോവുകയാണെങ്കിൽ പുറത്തെ ഗവൺമെന്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരൂടെ കാരണം അവിടെ എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുണ്ട് പുറത്ത് സ്ഥലത്തെ ഗവൺമെന്റ് ജോബ്സിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ലൈക്ക് ഇങ്ങനെ പ്രൊഫഷൻ ഗവൺമെന്റ് ജോബ് ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കും അങ്ങനെയൊന്നുമില്ല. നല്ലതാണ്, ഗവൺമെന്റ് ജോബ് നല്ലതാണ്, അതിന് അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ ഓൺ പ്രൊഫഷൻ പ്രൈവറ്റ്, അതെ, നമ്മുടെ ഓൺ ഐഡന്റിറ്റി. നമ്മൾ പറയുമ്പം അവരുടെ ഫേം ആണത് അല്ലെങ്കിൽ അവരുടെ ഓൺ ബിസിനസ് ആണ് എന്നുള്ള ഇതിൽ പറയുമ്പോൾ ആ കിട്ടുന്ന ഒരു റെസ്പെക്ട് കുറച്ചും കൂടെ വലുതാണ്. കാരണം നമ്മുടെ ഈ ഒരു ചെറിയ ഏജിൽ ഇപ്പോൾ പറയാൻ നമുക്ക് സ്വന്തമായിട്ടൊരു ഓൺ ബിസിനസ് എൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം റൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല ആൾക്കാർ പറയുകയാണ് ആ കുട്ടി കണ്ടില്ലേ ആ ഒരു ഏജിൽ അവൾ ആ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ഓൺ ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അത് വേറൊരു റെസ്പെക്റ്റ് അല്ല സൊസൈറ്റിയിൽ. അത് നമ്മൾക്ക് ചെറിയൊരു ഏജ് തന്നെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൂടെ വലിയ കാര്യമാണ്. ഗവൺമെന്റ് ജോബിന് ഒരിക്കലും അത് കിട്ടില്ലല്ലോ. നമ്മളെപ്പോഴും ഒരാളുടെ അണ്ടറിൽ ആ മാസം 1-ാം തീയതി ആകുമ്പോൾ സാലറി ബാഗിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതല്ലേ. ഞാൻ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആണല്ലോ. സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ജോബാണ് ഇഷ്ടം. പക്ഷെ മെനക്കെടാൻ കഴിയാത്തത് കൊണ്ട്, വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും പ്രൈവറ്റ് ജോബാണ് ഇഷ്ടം. എന്നാലും തനിക്കോ? എനിക്ക് പ്രൈവറ്റ് ജോബാണ് ഇഷ്ടം. ഗവൺമെന്റ് ജോലി കിട്ടില്ലല്ലോ.
വെറുതെ PC എഴുതിക്കാന്നേ ഉള്ളൂ. ചേട്ടാ അതിനൊക്കെ ഭയങ്കരമായിട്ട് മെനക്കെടണം, കൊത്തിയിരുന്ന് പഠിക്കണം. നമ്മളൊന്നും പറ്റുന്ന പരിപാടിയല്ല. അല്ല ഇപ്പൊ എല്ലാവരുടെയും ഡ്രീം ആണ് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്നുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ പെൻഷൻ ഉണ്ട്, ഒരു ഇത്ര വേണ്ട, വയസ്സാകുമ്പോൾ പ്രശ്നം തന്നില്ല, പെൻഷൻ വേണ്ട, മെനക്കെടാൻ കഴിയത്തില്ല, അത്രേ ഉള്ളൂ. പൈസ കിട്ടുമോ, ശമ്പളം മാത്രം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വരാം. പണിയെടുക്കാതെ ശമ്പളം കിട്ടിയാൽ ഹാപ്പിയാണ്. വീട്ടിൽ ഇങ്ങനെ പറയാറുണ്ടോ ഇങ്ങനെ PSC ഒന്ന് എഴുത്, കുറച്ച് അങ്ങനെ യോഗത്തിന് ഇല്ല, കിട്ടിയാലോ? പറയത്തില്ല, അറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. അവസ്ഥയാണെന്നറിയാം. തനിക്കോ? PSC എഴുതുന്ന ഒത്തിരി പേരുണ്ട്, ആർക്കും തന്നെ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുന്നവർ, കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് പോലും കിട്ടാറില്ല. പിന്നെ ഞാനൊക്കെ ഇതിന്റെ കാര്യമില്ല. എനിക്ക് PSC എന്നോട് താല്പര്യമില്ല, ഗവൺമെന്റ് ജോലിയോട് താല്പര്യമില്ല. പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ എങ്ങനത്തെ ജോബാണ് താല്പര്യം? എനിക്ക് ആക്ച്വലി പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ഇഷ്ടം, ഇവിടെ വർക്ക് എന്നോട് താല്പര്യമില്ല. നാട്ടിൽ വർക്ക് ചെയ്തേ താല്പര്യമില്ല. പുറത്ത് പോവാണെങ്കിൽ പുറത്താണ് ഇച്ചിരി നല്ലതായിരിക്കും. അവിടുത്തെ ഗവൺമെന്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞത് നല്ലതായിരിക്കും. ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ പുറത്ത് പോയാൽ അങ്ങനെ ഗവൺമെന്റ് കീഴിൽ വന്നാൽ അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമാണോ? ഓക്കെയാണ്. ഇവിടെ ഗവൺമെന്റ് ജോലി താല്പര്യമില്ല. ഇവിടെ നാട്ടില് പറ്റത്തില്ല. തനിക്കോ? മീൻസ് പുറത്ത് പോവാണെങ്കിൽ ഗവൺമെന്റ് കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമാണോ? ഗവൺമെന്റ് ജോബ് പോലെ പുറത്ത് പോയാലോ? പുറത്ത് മീൻസ് എനിക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടാ, നമ്മളെവിടെ ആണെങ്കിലും ഹാപ്പിയാ. നമ്മൾ അതൊക്കെയാണ്, നമ്മളെവിടെയാണ് അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. എവിടെയാണോ അവിടെ നമ്മുടെ സാമ്രാജ്യം. സോറി. ഇപ്പൊ പ്രൈവറ്റ് ജോബാണ്, പ്രൈവറ്റ് ജോബാണ് ഏത് ടൈപ്പ് ജോബാണ് ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്നാലും ഏത് ടൈപ്പ് ജോലിയാന്ന് ചോദിച്ചാ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ജോലി എനിക്കിഷ്ടം. എന്താ പഠിച്ചതൊക്കെ? ലോജിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ജോലിയാണെങ്കിലും എനിക്കിഷ്ടം. ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു മാസം തനിക്ക് 5 സാലറി ഉണ്ട്, ലൈഫ് സെറ്റിലായിട്ട് ഹാപ്പിയാണ്, പ്രൈവറ്റ് ജോബാണ്, ഇതിരിക്കട്ടെ യോഗത്തിനായിട്ട് കിട്ടി 4 സാലറി ഉള്ളൂ, പോവോ? അങ്ങനെ ഞാൻ പോത്തില്ല. ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതിനകത്ത് എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ അതിൽ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി സെറ്റിൽഡ് ആണെങ്കിൽ പിന്നെ എനിക്ക് ഗവൺമെന്റ് ജോബിലോട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഗവൺമെന്റ് ജോബാണ്, റിട്ടയർമെന്റ് ഉണ്ട്, പെൻഷൻ ഉണ്ട്, അതിൽ കാര്യമില്ല കേട്ടോ. ഗവൺമെന്റ് ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്കകത്ത് നമുക്ക് സന്തോഷമില്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആയാലും പ്രൈവറ്റ് ജോലി ആണെങ്കിലും കണക്കാണ്. തനിക്കോ? പറഞ്ഞൊരു പ്രൈവറ്റ് ജോബിൽ 5 സാലറിയിൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നു, പെട്ടെന്നൊരു ജോബ് ഗവൺമെന്റിൽ നിന്ന് വരുവാണ്, ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ പ്യൂണായിട്ടോ എന്തെങ്കിലുമൊക്കെ വരുവാണ്, അങ്ങനെ അവസരം വരുവാണ്. എനിക്ക് ഗവൺമെന്റ് ജോലി ശരിക്കും താല്പര്യമില്ല, എനിക്ക് പ്രൈവറ്റ് ജോലി തന്നെ ഇഷ്ടം. പക്ഷേ വീട്ടുകാരൊക്കെ പറയുകയാണെങ്കിൽ എടി ഇങ്ങനെ ഒരു അവസരം വന്നിട്ട് എത്ര പേഴ്സൺ ചോദിക്കുന്നത് എന്റെ റീസൺ പറയാനുണ്ടോ? താല്പര്യമില്ലായ്മ വീട്ടുകാരൊന്നും പറയില്ല, വീട്ടുകാർ എന്റെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ അങ്ങനെ പോയാൽ മതി എന്നാണ്. അതെ. താങ്ക് യു. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേട്ടോ അല്ലേ? അവർക്ക് ഏത് ജോബാണ് കൂടുതൽ ഇഷ്ടമെന്നും, എത്ര പേർക്കാണ് ഗവൺമെന്റിൽ കയറാൻ താല്പര്യമെന്നും, എത്ര പേർക്കാണ് പ്രൈവറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നൊക്കെ ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്നും, ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യമായി കാണുന്ന വരെ NP സൈനിക്കും.